ചിലർ പറയുന്നത് നാം കേട്ടിട്ടില്ലേ, ജീവിതത്തിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രതികൂല സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അതിനെ അഭിമുഖീകരിച്ചത്, മറ്റാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം എനിക്ക് ആ സമയത്ത് തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്ന് ചിലർ പറയാറില്ലേ? കാരണം അവർ ആ കാലഘട്ടങ്ങളിൽ ഏകാന്തതയിലൂടെ അവർ കടന്നു പോകുകയായിരുന്നു. അവരും ദൈവവും മാത്രമുള്ളതായ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആ പ്രതികൂലത്തെ അതിജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതായത് ദൈവം ചിലപ്പോൾ നമ്മളിൽ നിന്ന് എല്ലാവരെയും അകറ്റുന്നതായ സമയം. ആ ഒരു സമയത്ത് നമ്മളിൽ ചിലരെങ്കിലും ചിന്തിക്കും, ദൈവം ഇത്ര ക്രൂരനായതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉന്നത വിളിയാണ് അതിന് കാരണമെന്ന് നാം തിരിച്ചറിയുക. നിങ്ങളിൽ ഉള്ളതായ ദൈവിക വിളി അല്ലെങ്കിൽ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് വളരെ ഉന്നതമാണ്. അതുകൊണ്ടാണ് കൂടെ നിൽക്കും എന്ന് പറഞ്ഞ പല സുഹൃത്തുക്കളും മാറിക്കടന്നു പോയത്. അതുകൊണ്ടാണ് നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചതായ പണം നിങ്ങളെ വിട്ട് മാറിപ്പോയത്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ച പലരും നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ കണ്ടിട്ട് അനങ്ങാതെ നിന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുവാൻ കഴിയുന്ന സാഹചര്യമാണ് ഒരു ആത്മീകൻ്റെ ജീവിതത്തിലെ ഏകാന്തതയെന്ന് നാം മനസ്സിലാക്കണം. പലരും അവരുടെ വിശ്വാസം ഉയർത്തി കാണിക്കുന്നത് അവരുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ സാഹചര്യം അനുകൂലമല്ലാതിരിക്കുമ്പോൾ എങ്ങനെ നമ്മെ സഹായിക്കുവാൻ ആരുമില്ലാതെ ഇരിക്കുന്നതായ സമയത്ത് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു വേണ്ടി, നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ നാം മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നത് പലപ്പോഴും പതിവാകാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ആശ്രയിക്കുന്നവരായിട്ടും മാറാറുണ്ട്. എന്നാൽ നമ്മുടെ വാതിലുകൾ അടയുമ്പോൾ നാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം നാം മുഖാമുഖം കാണുവാൻ ഇടയാകും. അപ്പോൾ നാം തിരിച്ചറിയും, എന്നെ ഈ സാഹചര്യത്തിലൂടെ നടത്തുവാൻ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ ചാർച്ചക്കാരോ എൻ്റെ കൂടെ നിന്നവരോ ആരുമില്ല. ദൈവത്തിന് മാത്രമാണ് എനിക്ക് തുണ നിൽക്കുവാൻ കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കും. അല്ലെങ്കിൽ ദൈവം മാത്രമാണ് എൻ്റെ സഹായകൻ എന്നുള്ളതായ തിരിച്ചറിവ് അവിടം മുതൽ നമുക്കുണ്ടാകും. ആ ഏകാന്തതയിലാണ് നാം മനസ്സിലാക്കുന്നത്, നാം ദൈവത്തിൻ്റെ പണിപ്പുരയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന്. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ ദൈവമാരെന്ന് തിരിച്ചറിയുവാൻ ഇടയാകുന്നത്. അവിടെ ആ ഏകാന്തതയിൽ നാം പണിയപ്പെടുകയാണ്. അവിടെയാണ് നാം നമ്മുടെ നഷ്ടങ്ങൾ എന്തെന്നും നഷ്ടപ്പെട്ടത് എങ്ങനെ സംരക്ഷിക്കാമായിരുന്നു എന്നും തിരിച്ചറിയുന്നത്. അവിടെയാണ് പലപ്പോഴും ഏകാന്തതയിലൂടെ കടന്നു പോകുന്നതായ വ്യക്തിജീവിതങ്ങളെ ഭരിക്കുന്ന വേറൊരു ചിന്തയാണ് എല്ലാം അവസാനിച്ചു എന്നുള്ളതായ തോന്നൽ. അങ്ങനെ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ആ ഏകാന്തതയിലൂടെ ദൈവത്തിൻ്റെ പണിപ്പുരയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിജീവിതം പെട്ടെന്ന് തിരിച്ചറിയുന്നത് എന്താണെന്നറിയാമോ?
ആ ഏകാന്തത അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നുള്ളതായ ചിന്ത ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകുവാൻ പോകുന്നു, അല്ലെങ്കിൽ ചില പുതിയത് ആരംഭിക്കുവാൻ പോകുന്ന സമയമാകുന്നു എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് വ്യക്തികളെ അകറ്റി മാറ്റി ഏകാന്തതയിലൂടെ നാം കടന്നു പോകുമ്പോൾ പലരും ചിന്തിക്കും, ആരും എന്നെ സഹായിപ്പാനില്ലാത്ത ഈ സാഹചര്യത്തിൽ തകർന്നു പോകുമെന്ന ചിന്ത ഒരു വ്യക്തിജീവിതങ്ങളെ പലപ്പോഴും ഭരിക്കാറുണ്ട്. എന്നാൽ ദൈവവചനത്തിനനുസൃതമായി ഞാൻ പറയട്ടെ, നിന്നെ തകർക്കുവാനല്ല, മറിച്ച് പണിതെടുക്കുന്നതിനു വേണ്ടിയാണ് നീ ഈ ശോധനയിൽ കൂടെ അല്ലെങ്കിൽ ഈ ഏകാന്തതയിൽ കൂടെ നീ കടന്നു പോകുന്നത്. പണ്ടൊരു വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം ഏകാന്തതയിൽ ജനിക്കുന്നു എന്നാണ് ആ വ്യക്തിയുടെ അഭിപ്രായം. യഥാർത്ഥ വിശ്വാസം വ്യക്തികളിൽ ഉരുവാകുന്നത് സുഷുപ്തിയിൽ നിന്നല്ല, ഏകാന്തതയിൽ നിന്നാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. വിശ്വാസം ഉരുവാകുന്നതും വിശ്വാസത്തിന് വളർച്ചയുണ്ടാകുന്നതും വ്യക്തിപരമാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നമുക്കറിയാമല്ലോ, യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട്, തൻ്റെ ആടുമാടുകൾ, തൻ്റെ സമ്പത്ത്, മക്കൾ എല്ലാം അവന് നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് യോബ്. ഒരുപക്ഷെ അവൻ്റെ അവസ്ഥ കണ്ട് പിന്നിൽ നിന്ന് അനേകർ ചിരിച്ചിട്ടുണ്ടാകാം. അവൻ്റെ ഭാര്യ പോലും ഒരു സമയത്ത് അവനോട് പറഞ്ഞു, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി ചാകുവാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ് ഇതൊന്നും കേട്ടിട്ടും അവൻ കുലുങ്ങുവാനിടയായില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം അവൻ ഏകനായി ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കണ്ട് അവനെ പരിഹസിച്ചവരും അവനെതിരെ പ്രവർത്തിച്ചവരും അവനെ തള്ളിപ്പറഞ്ഞവരുമൊക്കെ ആണെങ്കിലും യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് യോബ് പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. നോക്കണമേ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് പ്രതികൂലത്തെ അഭിമുഖീകരിക്കുന്നതായ ഇയ്യോബിൻ്റെ വിശ്വാസത്തെ തകർക്കുവാൻ അവൻ്റെ ആ പ്രതികൂലത്തിന് കഴിഞ്ഞില്ല, ആ ഏകാന്തതയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ദാവീദിൻ്റെ ജീവിതം ഒന്നെടുത്ത് നോക്കിക്കാട്ടെ. പ്രതികൂലങ്ങൾ കടന്നു വന്ന് അവൻ മലകളിൽ ഗുഹകളിലും അഭയം പ്രാപിക്കുവേണ്ടതായി വന്നു. എന്നാൽ ആ ഒരവസ്ഥയിലും ആ ഏകനായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ദാവീദ് തൻ്റെ എഴുത്തുകളിൽ സങ്കീർത്തന പുസ്തകം 27:10 ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, ഏകാന്തതയിൽ നമ്മുടെ വിശ്വാസത്തിന് വളർച്ചയുണ്ടാകും എന്നുള്ളതായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഏകാന്തത ഒരിക്കലും ദൈവത്തിൻ്റെ ശിക്ഷാവിധിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പാഠശാലയിലാണ് നാം എത്തിയിരിക്കുന്നതും എന്നും അവിടെ നിന്ന് നാം ചില കാര്യങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നും നാം അതിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം ദൈവം ചിലരെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവരെ ചിലത് പഠിപ്പിക്കുന്ന ദൈവമാണ് എന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒരുപക്ഷെ നമ്മെ താങ്ങുവാൻ ഉള്ളപ്പോൾ നാം പലപ്പോഴും നമ്മെ തന്നെ മഠയന്മാരാക്കുവാൻ ഇടയുണ്ട്. അതായത് മറ്റുള്ളവർ നമ്മെ സഹായിക്കുവാനായി തയ്യാറായി നിൽക്കുമ്പോൾ
നാം തന്നെ ചിലപ്പോൾ മടയന്മാരായിട്ട് തീരാറുണ്ട്. നമുക്ക് ചാരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൽ ചാരേണ്ടതായ ആവശ്യമില്ലാതെയാകും. അതേ പ്രിയമുള്ളവരെ, മോശയെ മരുഭൂമിയിൽ ദൈവം ഇത് പഠിപ്പിക്കുവാനിടയായി തീർന്നു. മോശയ്ക്ക് സ്വന്തമായ ഒരു പദ്ധതിയോ ലക്ഷ്യങ്ങളോ ഇല്ലാതിരുന്നു. എന്നാൽ അവൻ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 16-17 അധ്യായങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ ഒരു കരുതൽ അവനും അവൻ്റെ ജനത്തിനു വേണ്ടി ഉണ്ടാകുവാൻ ഇടയായി എന്നുള്ളതാണ്. അപ്പോൾ മോശയെ ദൈവം ഉപയോഗിക്കുന്നതിന് മുമ്പ് അവനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. ആ സ്റ്റഡി ക്ലാസ്സിൽ ഒറ്റയ്ക്കാണ് മോശ പങ്കുചേർന്നത് ഇരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പിൽക്കാലത്ത് ദൈവത്തിൻ്റെതായ കരുതൽ അവൻ്റെ ജീവിതത്തിൽ അവന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് നേടുന്നതല്ല. ദൈവത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ദൈവിക കരുതൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് എന്ന് ആ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യന് ദൈവമല്ലാതെ മറ്റാരുമില്ലാതാകുമ്പോൾ അവൻ ദൈവത്തെ കാണുവാനും ദൈവത്തെ ആശ്രയിക്കുവാനും ഇടയാകും. പലപ്പോഴും മുമ്പോട്ട് പോകുവാൻ അത് പ്രചോദനമാകും. എല്ലാവരും ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. നാം എപ്പോൾ നമ്മിൽ നിന്ന് എല്ലാവരും അകലുന്നുവോ അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ഇടയാകും. ദൈവത്തിനാണ് ഏറ്റവും നല്ല സഖിയെന്ന് നാം തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. വേറൊരു കാര്യമെന്ന് പറയുന്നത് ഏകാന്തത ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തെ കൂട്ടുന്ന ഒന്നാണ്. നമുക്ക് മറ്റാരുമില്ലാതാകുമ്പോൾ, നാം ഏകാന്തമാകുമ്പോൾ അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനായിട്ടിടയായിത്തീരും. ലൂക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അവനു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവവുമായിട്ടുള്ളതായ ആത്മബന്ധം, ദൈവവുമായിട്ടുള്ളതായ ആ സംസർഗം അത് വർദ്ധിക്കുവാനായിട്ടിടയാകും എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനായിട്ടിടയായിത്തീരും. അതാണ് സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഏകാന്തത അനുഭവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം മുമ്പലത്തെക്കാട്ടിൽ അധികം ശ്രദ്ധയോടും വ്യക്തതയോടും കൂടെ നമുക്ക് കേൾക്കുവാൻ പറ്റുന്നത്. നാം ഏകാന്തതയിലാകുമ്പോഴാണ് മുമ്പലത്തെക്കാട്ടിലധികം ദൈവത്തോട് കൂടെ ഇരിക്കുവാനും ദൈവത്തോട് കൂടുതൽ സംസാരിക്കുവാനും ദൈവത്തെ കൂടുതൽ ആരാധിക്കുവാനും കഴിയുന്നത് എന്നുള്ളതായ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ജോസഫിൻ്റെ ജീവിതം എടുത്തൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജോസഫ് തൻ്റെ ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ച വ്യക്തിയാണ്. യോസഫിനെ തൻ്റെ സഹോദരന്മാർ അവനെ ത്യജിക്കുവാനായിട്ടിടയായിത്തീർന്നു. അവനെ ചതിച്ചു, അവനെ ത്യജിച്ചു, അവനെ വിറ്റുകളയുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ പിന്നീട് ആ ഏകാന്തതയെ യോസഫ് നിർവചിക്കുന്നത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ദൈവവചനത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അത് ഗുണമാക്കി തീർത്തു എന്നുള്ളതാണ്.
അപ്പോൾ ഏകാന്തതയ്ക്ക് പിന്നിലുള്ളതായ ദൈവിക പദ്ധതിയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്ക് പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ, ഒറ്റയ്ക്ക് പ്രതിസന്ധികളെ നേരിടുന്നവരെ, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഏകാന്തത എന്ന് പറയുന്നത് അത് നമ്മെ ഒരുക്കുന്ന സമയമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. നാം ഈ കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യോസഫിന് പറയുവാൻ കഴിയും, കാരാഗ്രഹമെന്നത് എനിക്ക് കൊട്ടാരത്തിലേക്കുള്ളതായ ഒരു ചവിട്ടുപടിയായിരുന്നു എന്ന് യോസഫിന് പറയുവാനായിട്ട് കഴിയും. മരുഭൂമിയിലെ ജീവിതം ദൈവജനത്തെ നയിക്കുന്നതിന് മുമ്പുള്ളതായ ഒരു സ്റ്റെപ്പായിരുന്നു എന്ന് മോശയ്ക്ക് പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒറ്റയ്ക്ക് പ്രതികൂലത്തെ അഭിമുഖീകരിക്കുന്നവരെ, ഒറ്റയ്ക്ക് വേദനയെ നേരിടുന്നവരെ, ഒറ്റയ്ക്ക് കടഭാരത്തെ നേരിടുന്നവരെ, സഹായിപ്പാൻ ആരുമില്ലാതെ നുറുങ്ങുന്ന ഹൃദയത്തോടു കൂടെ ആയിരിക്കുന്നവരെ, ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഏകാന്തത എന്ന് പറയുന്നത് ദൈവം നമ്മിൽ വസിക്കുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ, നമ്മളോട് ഇടപഴകുവാനും ഇടപെടുവാനും ആഗ്രഹിക്കുന്നതായ സമയമാണ്. അതൊരിക്കലും എന്നെയും നിങ്ങളെയും തകർത്തു കളയുവാനല്ല, അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നാം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് എല്ലാവരെയും നിന്നിൽ നിന്ന് ദൈവം അകറ്റുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.